ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചെറുപ്പക്കാരിലും മുതിർന്നവരിലും ഇന്ന് വ്യാപകമാകുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ഫാറ്റി ലിവർ. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണിത്. അമിതവണ്ണം, ജീവിതശൈലിയിലെ മാറ്റം, തെറ്റായ ആഹാരശീലം, മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റി ലിവറിൻ്റെ പ്രധാന കാരണങ്ങൾ. ആഗോള വ്യാപകമായി കരളിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിട്ടുമാറാത്ത അസുഖമായി ഫാറ്റി ലിവർ മാറിയെന്ന് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു. ലോക ജനസംഖ്യയിൽ 30 മുതൽ 40% വരെ ആളുകൾക്കും ഫാറ്റി ലിവർ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഫാറ്റി ലിവർ വ്യാപിക്കുന്ന മൂന്നാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയെന്ന് കണക്കുകൾ പറയുന്നു. 2010 മുതൽ 2021 വരെയുള്ള കണക്ക് പ്രകാരം ഫാറ്റി ലിവർ കേസുകളുടെ വർധന നിരക്ക് ഇന്ത്യയിൽ 13.2%, 16.9% വർധനയുമായി ചൈനയും 13.3% വർധനയുമായി സുഡാനുമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റീറ്റോട്ടിക് ലിവർ ഡിസീസ് എന്നറിയപ്പെടുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസാണ് ഇന്ത്യക്കാർക്കിടയിൽ അതിവേഗം പടരുന്നത്. അമിതവണ്ണമുള്ളവരിലും പ്രമേഹമുള്ളവരിലുമാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത്. അമിതവണ്ണമുള്ളവരിൽ 70 മുതൽ 80% വരെയും ടൈപ്പ് 2 പ്രമേഹമുള്ളവരിൽ 60 മുതൽ 70% വരെയും MASLD ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. സ്ത്രീകളേക്കാൾ പുരുഷന്മാരിലാണ് ഫാറ്റി ലിവർ വ്യാപനം കൂടുതൽ. പുരുഷന്മാരിൽ 1,00,000 പേരിൽ 15,731 പേർക്ക് ഈ രോഗമുണ്ടാകുമ്പോൾ സ്ത്രീകളിൽ ഇത് 14,310 പേർക്കാണ്. 45-നും 50-നും ഇടയിലുള്ള പുരുഷന്മാരിലാണ് ഫാറ്റി ലിവർ ഏറ്റവും കൂടുതൽ. അതേസമയം സ്ത്രീകളിൽ ഇത് 50-നും 55-നും ഇടയിലുള്ളവരിലാണ്. അമിതമായി മദ്യം കഴിക്കുന്നവരിൽ കണ്ടുവരുന്ന ആൽക്കഹോളിക് ഫാറ്റി ലിവർ, മദ്യപാനം മൂലമല്ലാത്ത നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നിങ്ങനെ 2 തരത്തിൽ ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട്. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ പോലുള്ള ജീവിതശൈലീ രോഗങ്ങൾ അനുഭവിക്കുന്നവരിലും ഫാറ്റി ലിവർ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ ചില മരുന്നുകളുടെ പാർശ്വഫലം കൊണ്ടും വിൽസൺ ഡിസീസ് പോലുള്ള അസുഖങ്ങളുടെ ഭാഗമായും ചിലരിൽ ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട്. ഫാറ്റി ലിവർ ബാധിച്ച മിക്കവരിലും പ്രകടമായ ലക്ഷണങ്ങൾ അനുഭവപ്പെടാറില്ല. ഇത് രോഗം തിരിച്ചറിയുന്നത് ഏറെ വൈകിപ്പിക്കുകയാണ്. എന്നാൽ ചിലരിൽ വയറിൻ്റെ വലതുവശത്ത് മുകളിലായി അസാധാരണ വേദന അനുഭവപ്പെടാം. ഇതോടൊപ്പം ശരീരത്തിന് ക്ഷീണവും ഉണ്ടായേക്കാം. എന്നാൽ ചിലരിൽ ഫാറ്റി ലിവർ ഘട്ടത്തിൽ ലക്ഷണങ്ങൾ ഒന്നും തന്നെ അനുഭവപ്പെടാതിരിക്കുകയും ലിവർ സിറോസിസിലേക്ക് വഴിമാറിയ ശേഷം മാത്രം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും ചെയ്യും. കാലുകൾ, വയർ എന്നിവിടങ്ങളിൽ നീരു കെട്ടുന്നത് ലിവർ സിറോസിസ് ബാധിച്ച ശേഷം കണ്ടുവരുന്ന ചില ലക്ഷണങ്ങളാണ്. സാധാരണ മധ്യവയസ്സിനോടടുക്കുന്ന ഘട്ടത്തിലാണ് ഫാറ്റി ലിവർ കണ്ടുവരാറുള്ളത്. എന്നാൽ അടുത്ത കാലങ്ങളിൽ വളരെ പ്രായം കുറഞ്ഞവരിലും ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട്. പ്രാരംഭഘട്ടത്തിൽ തന്നെ രോഗനിർണയം നടത്തി ചികിത്സിക്കാതിരുന്നാൽ ഇത് ലിവർ സിറോസിസ് പോലുള്ള ഗുരുതരാവസ്ഥയിലേക്ക് നയിക്കും. ഫാറ്റി ലിവർ ബാധിച്ചയാളിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളുണ്ട്. പലപ്പോഴും ആദ്യ സ്റ്റേജ് കഴിഞ്ഞ ശേഷമായിരിക്കും ഇത്. ശരീരഭാരം വർദ്ധിക്കുക, രക്തത്തിലെ പഞ്ചസാരയുടെ അളവിലുള്ള വർധനവ്, നിരന്തരമായ ക്ഷീണം, വയറുവേദന, കൊളസ്ട്രോൾ മുതലായവ ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളായേക്കാം. ഫാറ്റി ലിവർ ഉള്ളവരുടെ ചർമ്മം വരളുകയും നിറം മങ്ങുകയും ചൊറിച്ചിൽ ഉണ്ടാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ചികിത്സയോടൊപ്പം ആരോഗ്യകരമായ ജീവിതശൈലി കൂടി ക്രമപ്പെടുത്തിയാൽ ഫാറ്റി ലിവർ നിയന്ത്രിക്കാൻ കഴിയും. ആഴ്ചയിൽ കുറഞ്ഞത് 5 ദിവസം 30 മിനിറ്റ് നേരമെങ്കിലും ശരീരം വിയർക്കും വിധത്തിൽ വ്യായാമം ചെയ്യുന്നത് പതിവാക്കണം. ഇതോടൊപ്പം ഭക്ഷണരീതിയിലും കാര്യമായ മാറ്റം വരുത്തേണ്ടതുണ്ട്. പ്രധാനമായും കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജമടങ്ങിയ അരിഭക്ഷണം പോലുള്ളവയുടെ അളവ് പരമാവധി കുറക്കണം. കൂടാതെ പഞ്ചസാര, റെഡ് മീറ്റ്, എണ്ണയിൽ വറുത്തെടുത്ത ആഹാരങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുന്നത് ഗുണം ചെയ്യും. പഴങ്ങൾ, പച്ചക്കറികൾ, പ്രോട്ടീൻ എന്നിവ ധാരാളമായി കഴിക്കുന്നത് നല്ലതാണ്. ഒരു ദിവസം കഴിക്കുന്ന അന്നജത്തിൻ്റെ അളവ് 20%-ൽ താഴെ മാത്രമായി ചുരുക്കുന്നതാണ് അഭികാമ്യം. ഇത്തരത്തിൽ വ്യായാമവും ഭക്ഷണവും ക്രമീകരിക്കുകയും മരുന്നുകൾ കഴിക്കുകയും ചെയ്താൽ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഫാറ്റി ലിവർ മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.